പടം ജെ ശേഷം ഇത്രയും ചിരിക്കുന്ന ഒരു പടം ഇതാണ്. കുറച്ച് നാളത്തിന് ശേഷം യൂത്തൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോകുന്ന പടമായിരിക്കും. അതിനെ പെട്ടെന്ന് മനസ്സ് പെട്ടെന്ന് ഇതാവും. നല്ല രസമുണ്ട് സിനിമ കാണാൻ, കണ്ടുപിടിക്കുക. യൂത്തിനും ഫാമിലിയൊക്കെ പറ്റുന്ന പടം. നല്ല രസമായിട്ട് നല്ല നല്ല രസമുണ്ട്, അടിപൊളി സിനിമയാണ്. അല്ല, ഇവരെ മുമ്പത്തെ പടങ്ങൾ പോലെ തന്നെ ഇത് നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. ഭയങ്കര രസം, കണ്ടതിനെ പെട്ടെന്ന് മനസ്സ് പെട്ടെന്ന് ഇതാവും. നല്ല രസമുണ്ട് സിനിമ കാണാൻ, കണ്ടുപിടിക്കുക. ഇത്രയും നീളം ഉണ്ടെങ്കിൽ ലാഗൊന്നും അറിയത്തില്ല. ഭയങ്കര രസമായിട്ട് അവർ എടുത്തിട്ടുണ്ട്. പ്രേമമാണെങ്കിലും സ്ഥിരം ക്ലീശയല്ല, ഫ്രഷ് ആയിട്ട് അവർ അത് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റിംഗ്, നല്ല സീൻസ്, ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. സിനിമ ഫുൾ ഇഷ്ടപ്പെട്ടു. കൂടുതലും ചിരിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നമ്മളെ സ്കൂൾ ലൈഫിലായിരുന്നാലും കോളേജ് ലൈഫിലായാലും നമ്മൾ പരസ്പരം ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചായതുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടു. തണ്ണീർമത്തൻ ദിനങ്ങളുടെ ആ ഒരു ഇതായിരിക്കും എന്ന് കരുതിയിട്ടാണ് വന്നത്. അതേപോലെ തന്നെയാണ്, പക്ഷെ അതിന്ന് സൂപ്പറായിട്ട് കോമഡി പോലെയാണ് തോന്നിയത്. അടിപൊളിയായിരുന്നു. തണ്ണീർമത്തനിലേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഫീലിങ്സ് നമുക്ക് കാണുന്നവർക്ക് ഫീൽ ചെയ്യും. അവരുടെ ഓരോ മൊമെന്റ്സ്, നോട്ടം, ഓരോ വാക്ക് പോലും ചിരിക്കാനുള്ള കാര്യങ്ങളായിരുന്നു. കോമഡി എന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ്, കോമഡി, റൊമാൻസ്, ലൈഫ്, ഓരോ നാട്ടിൻപുറം, പിന്നെ അതുപോലെ തന്നെ സിറ്റി, അങ്ങനെയുള്ള അവരുടെ ലൈഫ്. കിടിലൻ പടം, രക്ഷയില്ല. തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുണ്ടായിരുന്നു. നല്ല പടം. ജെ ശേഷം ഇത്രയും ചിരിക്കുന്ന ഒരു പടം ഇതാണ്. നന്നായിട്ടുണ്ടായിരുന്നു. നസ്ലിനെ പറ്റിയ ആ ഒരു ക്യാരക്ടർ നല്ല പടം. ഫാമിലിക്കും കയറാം, നമ്മളെ പയ്യന്മാരും കയറാം. അടിപൊളി പടം, ചിരിക്കാൻ ഒരുപാടുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ ചിരിക്കാനുണ്ടായിരുന്നു. എല്ലാ വയസ്സായ തൊട്ട് ചെറിയ കുട്ടികൾ വരെ എല്ലാവർക്കും ചിരിക്കാൻ നന്നായിട്ട്. കാരണം നമുക്കൊരു ബോറടിപ്പില്ല. അതുപോലെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള കോമഡീസ് നന്നായിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. ഒരുപാട് കോമഡി ഉണ്ട്. നെസ്റ്റിന് നല്ല പെർഫോമൻസ് ഉണ്ട്. 2.5 മണിക്കൂർ എല്ലാവർക്കും വന്ന് നല്ല ചില്ല് ചെയ്ത് കാണാൻ പറ്റിയ സൂപ്പർ പടം. നല്ല ഉഗ്രം പടം. നല്ലതുണ്ട്. നല്ല യൂത്തിനും ഫാമിലിയൊക്കെ പറ്റുന്ന പടം. നല്ല രസമായിട്ട് നല്ല ഒരുപാട് കോമഡീസ് ഉണ്ട്. നല്ല എൻ്റർടൈനറാണ്. നല്ല ലവ് സ്റ്റോറിയാണ്. അതായത് ത്രൂ ഔട്ട് നല്ല രസമുള്ള പടം. നല്ല എൻ്റർടൈനറാണ്. നല്ല സിനിമയായിരുന്നു. നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി ഫിലിമായിരുന്നു. ഫാമിലിയോട് വന്ന് കാണാം. സിനിമ സൂപ്പറായിരുന്നു. നല്ല ലവ് സ്റ്റോറി ആയിരുന്നു. നല്ല എൻജോയ്മെൻറ്റ്, പിള്ളേരായിട്ട് ഫാമിലിയോട് കാണാൻ പറ്റിയ നല്ലൊരു ലവ് സ്റ്റോറി. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത്. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ചിരിച്ച് ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റിയൊരു നല്ല സിനിമ. വലിയ പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എൻ്റർടൈനറാണ്. ഒരു 2.5 മണിക്കൂർ ചില്ലായിട്ടിരിക്കുക. നല്ലോണം എൻജോയ് ചെയ്ത്. നല്ല പടം, സൂപ്പർ പടം. നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. കൊള്ളാം, അടിപൊളി. എല്ലാം പടം നല്ല നൈസ് പടമായിരുന്നു. കൊള്ളാം, പടം കൊള്ളാം. നല്ല പടം. കോമഡീസൊക്കെ വർക്കായിട്ടുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് അല്ല, കോമഡീസ് തന്നെ. അതെ, സിമ്പിൾ സ്റ്റോറി, പക്ഷേ കോമഡീസൊക്കെ നല്ലപോലെ വർക്കായിട്ടുണ്ട്. എപ്പോഴും കാണുമ്പോൾ നല്ലൊരു പടമാണ്. നല്ലൊരു റൊമാൻറ്റിക് പടമാണ്. പിന്നെ കോമഡി ഉണ്ട്. നമുക്ക് ബോറടിക്കത്തില്ല കണ്ടോണ്ടിരിക്കുക. നല്ല ഫീൽ ഗുഡ് മൂവി. സിനിമ സൂപ്പറായിട്ടുണ്ട്. കോമഡി തമാശയൊക്കെ ഉണ്ട്. പ്ലസ് ഇറങ്ങുന്നതെന്ന് പറയാം. തമാശ എല്ലാം ഉണ്ട്. പിന്നെ കൊള്ളാം. റൊമാൻസിനും പ്രാധാന്യം, കഥയും കോളേജ് പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. കോമഡിക്ക് നല്ല പ്രാധാന്യമുണ്ട്. വലിയ കുഴപ്പമില്ല, തിരക്കേടില്ല.